തൊടുപുഴയിൽ മർദ്ദനമേറ്റ 7 വയസ്സുകാരന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചെന്ന് ആശുപത്രി അധികൃതർ. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണുപ്രസാദ് ചേരുന്നു. വിഷ്ണുപ്രസാദ്, അതീവ സങ്കടകരമായ വാർത്തയാണ്. ഈ മസ്തിഷ്ക മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഇനി മെഡിക്കൽ വിഭാഗം പ്രത്യേകമായി ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകിയാൽ മാത്രം മതിയാകും. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? നൃപൻ, ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില പരിശോധിക്കുന്നതിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആരോഗ്യവകുപ്പ് സംഘം എത്തിയിട്ടുണ്ട്. ന്യൂറോ സർജനും ന്യൂറോളജിസ്റ്റും പീഡിയാട്രീഷ്യനും ഉൾപ്പെടുന്ന സംഘമാണ് ഇപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി കുട്ടിയെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പരിശോധിച്ചതിന് ശേഷം അല്പസമയത്തിനകം കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച ഒരു വിവരം നമുക്ക് നൽകും. തുടർന്നായിരിക്കും ഈ മസ്തിഷ്ക മരണത്തെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം അവർ നടത്തുന്നത്. അതിനുശേഷം കുട്ടിക്ക് ഇനി യാതൊരു തരത്തിലുള്ള പുരോഗതിയും കുട്ടിയുടെ ആരോഗ്യത്തിൽ ഉണ്ടാകില്ല എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു വെന്റിലേറ്റർ നീക്കം ചെയ്യാനും മസ്തിഷ്ക മരണം ഉറപ്പുവരുത്താനും വേണ്ടി ശുപാർശ ചെയ്യുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കളോട് ഇതേ സംബന്ധിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അവരുടെ അനുമതിയോട് കൂടി മാത്രമേ ഈ വെന്റിലേറ്റർ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇതുവരെയായിട്ടും കുട്ടിയുടെ ആരോഗ്യനിലയിൽ യാതൊരു തരത്തിലുള്ള പുരോഗതിയും കാണുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരമായ മറ്റൊരു വസ്തുത. കൊണ്ടുവരുമ്പോൾ തന്നെ കുട്ടി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ വിഷ്ണു ഈ ഘട്ടത്തിൽ ഒന്ന് ഇടപെടുകയാണ്. വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി ജയരാജൻ ഇപ്പോൾ പത്രിക സമർപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. 3 സെറ്റ് പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ 5-ാം തീയതിയാണ് ഇതിൻ്റെ സ്ക്രൂട്ടിനി നടക്കുക. അപ്പോൾ നോമിനേഷൻ സമർപ്പണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വടകര ലോക്സഭാ മണ്ഡലത്തിൽ നല്ല നിലക്കുള്ള വിജയപ്രതീക്ഷയാണുള്ളത്. പോരെ, ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു 2 ഘട്ടത്തിലേക്ക് പര്യടനമൊക്കെ നടന്നിട്ടുണ്ടാവും. അതായത് ഇതുവരെ വ്യക്തികളെ ബന്ധപ്പെടുന്ന പ്രവർത്തനമാണ് 2 ഘട്ടങ്ങളിലായി നടന്നത്. ഇന്നലെ അവസാനിച്ച 7 അസംബ്ലി മണ്ഡലങ്ങളിലെയും പൊതുസ്വീകരണ പരിപാടി ഇന്നലെ ഒരു റൗണ്ട് പൂർത്തിയായി. അടുത്ത റൗണ്ട് വീണ്ടും ആരംഭിക്കും. ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് കിട്ടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. അതികഠിനമായ ചൂടിൻ്റെ അവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് LDF പ്രവർത്തകന്മാർ ഓരോ സ്ഥലത്തും കുടിവെള്ള ക്ഷാമമുണ്ടോ എന്ന് നോക്കി ആ കുടിവെള്ള വിതരണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ യുവാക്കളും യുവതികളും ഏറ്റെടുത്തു. അവരൊരു യൂത്ത് ബ്രിഗേഡ് രൂപീകരിച്ചു. ആ യൂത്ത് ബ്രിഗേഡിൻ്റെ ആഭിമുഖ്യത്തിൽ ജനസേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കുടിവെള്ള വിതരണത്തിൻ്റെ മേഖലയിൽ ഇടപെടുന്നുണ്ട്, ശുചീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തലശ്ശേരി ഗവൺമെൻറ് ആസ്പത്രിയിൽ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയ വളണ്ടിയർമാരെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നോമിനേഷൻ സമർപ്പിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ എൻ്റെ ജന്മദേശമായിട്ടുള്ള പാട്യത്ത് 100 യുവതി യുവാക്കൾ അവർ രക്തം ദാനം ചെയ്യും. നോമിനേഷൻ സമർപ്പണ ദിവസം ആ രക്തദാനം നടത്തുന്ന പ്രവർത്തനത്തിന് യുവതി യുവാക്കൾ മുന്നോട്ട് വന്നു. അപ്പോൾ ആ നിലക്ക് LDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനോടൊപ്പം സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ഉത്തരവാദിത്വം യുവതി യുവാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ യുവാക്കളും യുവതികളും വലിയ തോതിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇന്ന് നോമിനേഷൻ സമർപ്പണത്തിന് മുന്നോടിയായിട്ട് കണ്ണൂർ ജില്ല ആസ്ഥാനമായിക്കൊണ്ട് കണ്ണൂർ ജില്ലാ പരിധിയായിക്കൊണ്ടുള്ള ഒരു സാന്ത്വന പരിചരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. അപ്പോൾ കണ്ണൂർ തയ്യിലുള്ള ആ സാന്ത്വന കേന്ദ്രത്തിലെ രോഗികളെ സന്ദർശിച്ചതിന് ശേഷമാണ് ഞാനിവിടെ എത്തിയത്. അതുപോലെ തന്നെ IRPCയുടെ നേതൃത്വത്തിലുള്ള ഒരു ലഹരിമുക്ത കേന്ദ്രമുണ്ട്. ആ ലഹരിമുക്ത കേന്ദ്രവും സന്ദർശിച്ചു. അതിനെ തുടർന്ന് ഒഞ്ചിയം രക്തസാക്ഷി സ്ക്വയറിൽ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷമാണ് നോമിനേഷൻ സമർപ്പിക്കാൻ എത്തിയത്. എല്ലായിടത്തും ജനസേവനത്തിനോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആളുകൾ മുന്നോട്ട് വരുന്ന ആവേശകരമായിട്ടുള്ള അനുഭവമാണുള്ളത്. ഇതേവരെയുള്ള പര്യടനത്തിൻ്റെ അനുഭവം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ തോതിൽ
LDF സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചിട്ടുണ്ട്. എതിരാളികൾ എന്തെല്ലാം നുണപ്രചരണങ്ങൾ നടത്തിയാലും അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നതാണ് ഒരു റൗണ്ട് പൊതു സ്വീകരണ പരിപാടി നടത്തിയപ്പോഴുള്ള അനുഭവം. ഓക്കെ. വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി ജയരാജൻ പത്രികാ സമർപ്പണത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതായത് തികഞ്ഞ വിജയപ്രതീക്ഷ ഉണ്ടെന്നും എതിരാളികൾ നടത്തുന്ന നുണപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം പത്രികാ സമർപ്പണത്തിന് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. അതായത് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനൊപ്പം പ്രവർത്തകർ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ജനസേവനത്തിന് കൂടി ഈ ഘട്ടം തങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നും പി ജയരാജൻ പറഞ്ഞു. അതായത് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കാത്ത ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ പ്രവർത്തകർ അതിലുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. വലിയ വിജയ പ്രതീക്ഷയുണ്ട്. രണ്ടാം ഘട്ട പ്രവർത്തനം പൂർത്തിയായി. ഇപ്പോൾ ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഏതു തരത്തിലുള്ള നുണപ്രചരണങ്ങളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞ് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് പി ജയരാജൻ പ്രതികരിച്ചത്. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുന്നു. PV കുട്ടൻ, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമാണ് പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടത്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിർബൻ, തികഞ്ഞ ആത്മവിശ്വാസമാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി പി ജയരാജൻ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അല്പസമയം മുമ്പാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിനുശേഷം അതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. വലിയ ആവേശപൂർവ്വമാണ് വടകരയിലെ ജനങ്ങൾ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ വരവേറ്റിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വ്യക്തികളെ നേരിൽ കാണുന്ന പ്രചാരണ പ്രവർത്തനമായിരുന്നു. അതിനുശേഷം പഞ്ചായത്ത് തല പര്യടനം നടന്നു. 7 മണ്ഡലങ്ങളിലും പര്യടനം നടത്തിക്കഴിഞ്ഞു. വലിയ ആവേശപൂർവ്വമായ സ്വീകരണമാണ് ഓരോ മണ്ഡലത്തിലും തനിക്ക് ലഭിക്കുന്നത്. ഈ വലിയ കൊടും വേനൽ ഘട്ടത്തിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി LDF പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജനസേവനപരമായ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി LDF പ്രവർത്തന മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നുണ്ട് എന്നും പി ജയരാജൻ പറഞ്ഞു. ഏതായാലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ താൻ വിജയിക്കും. അതുപോലെ എതിരാളികൾ തനിക്കെതിരെ നടത്തുന്ന കുപ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും പി ജയരാജൻ വ്യക്തമാക്കി. നിർബൻ, വിവരങ്ങൾ വ്യക്തമാണ്. PV കുട്ടൻ. വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി ജയരാജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് PV കുട്ടൻ നൽകിയത്. നാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് അമർഷം. പാണക്കാട് ഹൈദരലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഹൈക്കമാൻഡിനെയും KPCCയെയും അറിയിച്ചു. കോൺഗ്രസ് മുന്നണിയുടെ വിജയസാധ്യത ഇല്ലാതാക്കുന്നുവെന്നും ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമെന്ന വാർത്ത ആവേശത്തോടെ മുസ്ലിം ലീഗ് സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ തീരുമാനം വൈകുന്നത് ലീഗ് നേതൃത്വത്തെ അമർഷത്തിലാക്കി. മണ്ഡലത്തിലെ മുന്നണിയുടെ വിജയസാധ്യത കോൺഗ്രസ് ഇല്ലാതാക്കുന്നുവെന്ന ആശങ്ക മുസ്ലിം ലീഗ് വയനാട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തെ അറിയിച്ചു. തുടർന്നാണ് പാണക്കാട് ഹൈദരലി തങ്ങൾ നേതൃയോഗം വിളിച്ചത്. മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം ഹൈദരലി തങ്ങൾ ഹൈക്കമാൻഡിനെയും KPCCയെയും അറിയിച്ചെന്ന് PK കുഞ്ഞാലിക്കുട്ടി യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. നേരത്തെ മുതൽ ഞങ്ങൾ രാഹുൽജിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണുള്ളത്. അതേ നിലപാട് തുടരുന്നു. അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അത് സംബന്ധിച്ച് പറഞ്ഞ നിലപാടൊക്കെ പറഞ്ഞത് തന്നെ, തങ്ങൾ പറഞ്ഞതൊക്കെ പറഞ്ഞത് തന്നെ. പക്ഷെ നീണ്ടു പോണ്ട എന്നുള്ള വികാരം ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഇന്ന് കാലത്ത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾ നേരിട്ട് AICC നേതാക്കന്മാരെയും അതുപോലെ തന്നെ KPCC നേതാക്കന്മാരുടെയൊക്കെ തീരുമാനം വേഗം ഉണ്ടാകുന്നതാണ് നല്ലത് എന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ മാത്രമല്ല വടകരയിലും UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിന്നോട്ടു പോയെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. വയനാട്ടിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ നിന്ന് മുന്നണിയിലേക്ക് പടർന്നതോടെ UDF കൂടുതൽ പ്രതിസന്ധിയിലായി. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം നാളേക്കകം ഉണ്ടാകുമെന്ന് സൂചന. നാളെ കർണാടകയിലെ റാലിക്ക് മുൻപായി തീരുമാനം ഉണ്ടാകുമെന്നാണ് AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം വാരാണസിയിൽ മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതകളും കോൺഗ്രസ് നേതാക്കൾ തള്ളുന്നില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് സംബന്ധിച്ച തീരുമാനം നാളേക്കകം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. ഇന്ന് ദില്ലിയിൽ തുടരുന്ന രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളുമായി മത്സരിക്കുന്ന കാര്യം ചർച്ച ചെയ്തേക്കും.
ഇതിൽ തീരുമാനമായാൽ നാളെ കർണാടകയിൽ നടക്കുന്ന റാലിയിൽ തന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച സൂചനയും രാഹുൽ നൽകിയേക്കും. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആവശ്യം ന്യായമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പ്രതികരണം. അതേസമയം കർണാടകയിലെ ബിധാർ മണ്ഡലത്തിൽ മത്സരിച്ചാൽ കൂടുതൽ നേരം മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ടി വരുന്നതിനാൽ രാഹുൽ ഇവിടെ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച സാധ്യത ഇപ്പോഴും തുറന്നുകിടക്കുന്നു. 2-ാം തീയതി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കുന്നതിനാൽ എവിടെ മത്സരിക്കാൻ തീരുമാനിച്ചാലും 1-ാം തീയതിയോ 3-ാം തീയതിയോ നാമനിർദ്ദേശ പത്രിക നൽകാനാണ് സാധ്യത. ഇതിന്റെ പ്രവർത്തനങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മത്സരിക്കുന്നതിൽ പ്രിയങ്കയ്ക്ക് തീരുമാനമെടുക്കാമെന്നാണ് രാഹുലിന്റെ നിലപാട്. പ്രിയങ്ക മത്സരിച്ചാൽ മോദിക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. രാഹുൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ പ്രിയങ്ക വാരണാസിയിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ മന്ത്രി ജി സുധാകരൻ. രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് ശത്രുക്കൾ പറഞ്ഞിരുന്നെന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. മുല്ലപ്പള്ളി രാഹുൽ ഗാന്ധിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയായിരുന്നുവെന്നും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ജി സുധാകരൻ പ്രതികരിച്ചു. ആക്ഷേപിച്ചിരിക്കുകയാണ്, ഞങ്ങളെയല്ല ആക്ഷേപിച്ചത്. കാരണം രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവില്ലെന്നും ആരെങ്കിലും പറയുന്നതാണ് കേൾക്കുന്നതെന്ന് ശത്രുക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞു. അതാണ് സുരക്ഷാ ഭീഷണി കാരണം വയനാട് സന്ദർശനം മാറ്റിവെച്ച രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കരുതുന്നില്ലെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാസർഗോഡ് പറഞ്ഞു. SP-യും BSP-യും സഹായിക്കില്ലെന്ന ആശങ്കയാകാം UP-ക്ക് പുറത്ത് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി ആലോചിക്കുന്നത്. വയനാട് സ്ഥാനാർത്ഥി വിഷയത്തിൽ KPCC-ക്ക് അശ്രദ്ധ ഉണ്ടായോ എന്ന് പറയേണ്ടി വരുമെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ പ്രതികരിച്ചു. ഈ വയനാട്ടിലേക്ക് വരണമെന്ന് തീരുമാനിച്ചത് ഏത് സാഹചര്യത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ആ UP-യിൽ അമേത്തിയിലും റായ്ബറേലിയിലും 2 സീറ്റുകളിൽ SP, BSP സ്ഥാനാർത്ഥികളെ നിർത്തില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചു. പക്ഷെ അതൊരു കുരുക്കാണോ എന്ന് ഇവർക്ക് ചിലപ്പോൾ സംശയം തോന്നുന്നുണ്ടാവും. സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നാൽ അവരുടെ വോട്ട് റിസർവ് ചെയ്യാം, ആർക്കും കൊടുക്കാം. അപ്പം ഇവരോടുള്ള താല്പര്യം കൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞതാണോ എന്ന് ആദ്യം ധരിച്ചു കാണും. പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും അപകടം വരുത്തിയാലോ എന്ന് തോന്നിയപ്പോഴായിരിക്കും പുതിയ മണ്ഡലത്തെക്കുറിച്ച് ചിന്തിച്ചത്. മധ്യവേനൽ അവധിക്കാലത്ത് സ്കൂളുകളിൽ ക്ലാസുകൾ നടത്തരുതെന്ന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. CBSE, ICSE സ്കൂളുകൾ അടക്കം സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കും. സംസ്ഥാനത്ത് സൂര്യാഘാത സൂര്യാതപ മുന്നറിയിപ്പ് തുടരുന്നു. അതീവ ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നീട്ടി. ഈ മാസത്തിനിടെ 364 പേർക്കാണ് സൂര്യാതപം ഏറ്റത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഈ മാസം അവസാനം വരെ താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യതപം ഒഴിവാക്കാനായി പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കണം എന്നതാണ് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നത്. പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്, 41 ഡിഗ്രി സെൽഷ്യസ്. തുടർച്ചയായി 4 ദിവസമാണ് 41 ഡിഗ്രി ഇവിടെ രേഖപ്പെടുത്തുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്നും ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകി. എന്നാൽ വേനൽമഴ നേരിയ തോതിൽ സംസ്ഥാനത്തെത്തിയത് പ്രതീക്ഷ നൽകുന്നു. അടുത്ത ആഴ്ചയോടെ വേനൽമഴ സംസ്ഥാനത്ത് പരക്കെ ലഭിക്കും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. ഇത് ലഭിച്ചില്ലെങ്കിൽ ചൂട് ഇനിയും കടുക്കും. നിലവിൽ 51% കുറവാണ് വേനൽമഴയിൽ ഇതിനോടകം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാധ്യമ വാർത്തകളുടെ ആധികാരികതയും കൃത്യതയും പരിശോധിക്കാനുള്ള സംവിധാനം അന്താരാഷ്ട്ര തലത്തിലെന്നതുപോലെ ഇവിടെയും ആവശ്യമാണെന്ന് MA ബേബി. ജനാധിപത്യ സംരക്ഷണത്തിൽ പ്രധാന സ്ഥാനം മീഡിയയ്ക്കുണ്ടെന്നും MA ബേബി കോഴിക്കോട് പറഞ്ഞു. സത്യാനന്തര കാലത്തെ നവമാധ്യമവും ജനാധിപത്യവും എന്ന വിഷയത്തിൽ കേരള സർക്കാർ സാംസ്കാരിക ഉന്നത സമിതി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരിക്കലും ഇടപെടുന്ന സമീപനം CPIM-നില്ല. CPIM ഏറ്റവും വലിയ രാഷ്ട്രീയ കടമയായി കണക്കാക്കുന്നത് RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന BJP-യെ കേന്ദ്രഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക എന്നുള്ളതിനാണ്. KPCC നേതൃത്വം AICC നേതൃത്വവുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കണം അവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാരെ വല്ലവരെയും കേരളത്തിൽ മത്സരിപ്പിക്കേണ്ടതുണ്ടോ
ഉണ്ടെങ്കിൽ എവിടെയാണ്? അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് എന്തെങ്കിലും കഴിവില്ലായ്മയുണ്ടെങ്കിൽ അതിൻ്റെ പഴി CPIM-ൻ്റെ പുറത്ത് വെച്ച് കെട്ടുന്ന എൻ്റെ സുഹൃത്ത് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സമീപനം വളരെ അപക്വമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഇന്നസെന്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക നമ്മൾ സമർപ്പിച്ചു. ഇനി 5-ാം തീയതിയാണ് അതിന്റെ സ്കൂട്ടിനി കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടും. പക്ഷെ നമ്മൾ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 5-6 ദിവസങ്ങളായിട്ട് നമ്മൾ വർക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. റെസ്പോൺസ് ആരെങ്കിലും റെസ്പോൺസ് മോശമാണെന്ന് പറയില്ലല്ലോ. എല്ലാ ആൾക്കാരും പറയും നല്ല ഇതാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഞാനും അങ്ങനെ തന്നെ പറയുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണെന്നും രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാണെന്നും LDF സ്ഥാനാർത്ഥി A. പ്രദീപ്കുമാർ. LDF സർക്കാരിന്റെ മികച്ച പ്രവർത്തനം കാരണം ജനങ്ങളുടെ പിന്തുണ വർദ്ധിച്ചു. 2016 തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം LDF-ന് മുൻതൂക്കമുണ്ടായെന്നും പ്രദീപ്കുമാർ പ്രതികരിച്ചു. വിജയം സുനിശ്ചിതമാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ. നമുക്ക് അത് രാഷ്ട്രീയമായ കാരണങ്ങളും അതുപോലെ ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഉയർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. 2016 തെരഞ്ഞെടുപ്പിന് ശേഷം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലാകെ നടന്ന ബൈ ഇലക്ഷനുകളിലൊക്കെ LDF-ന് മുൻതൂക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും രാഷ്ട്രീയമായിട്ടുള്ളൊരു പിറകോട്ടടിയുടെയോ സ്വാധീനം കുറഞ്ഞതിൻ്റെയോ ഒരു ലാഞ്ചന പോലും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല LDF സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനം കാരണം ജനങ്ങളുടെ പിന്തുണ കൂടുകയാണ് ചെയ്തത്. ഈ ഘടകങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലയിൽ അനുകൂലമാണ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. കൂടുതൽ മെച്ചപ്പെട്ട വിജയത്തിലേക്ക് എത്താനാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നത്. തിരുവനന്തപുരത്തെ ഇടതു സ്ഥാനാർത്ഥി C. ദിവാകരനും ആറ്റിങ്ങലിലെ ഇടതു സ്ഥാനാർത്ഥി A. സമ്പത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ K. വാസുകിക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാർ, CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എന്നിവർക്കൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത്. 2 മണ്ഡലത്തിലും ഇടതുമുന്നണിക്ക് അനുകൂല തരംഗമാണെന്ന് സ്ഥാനാർത്ഥികൾ പ്രതികരിച്ചു. ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് പത്രിക സമർപ്പിച്ചു. ജില്ലാ വരണാധികാരി ജില്ലാ കളക്ടർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. മന്ത്രിമാരായ G. സുധാകരൻ, P. തുലോത്തമൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PP സുനീർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൽപ്പറ്റയിൽ ജില്ലാ കളക്ടർക്ക് മുൻപാകെയാണ് 12 മണിയോടെ LDF നേതാക്കൾക്കൊപ്പമെത്തി PP സുനീർ പത്രിക നൽകിയത്. പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ വസന്തകുമാറിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അദ്ദേഹം കൽപ്പറ്റയിലെത്തിയത്. കൽപ്പറ്റയിലെ ഓഫീസിൽ നിന്ന് റാലിയായാണ് പ്രവർത്തകർക്കൊപ്പം PP സുനീർ എത്തിയത്. CPI ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊകേരി, CPI ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ, K. ശശീന്ദ്രൻ MLA തുടങ്ങിയവർ അദ്ദേഹത്തൊപ്പം ഉണ്ടായിരുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ മുൻപാകെയാണ് 3 സെറ്റ് പത്രികകൾ നൽകിയത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, കോൺഗ്രസ് S നേതാവ് രാമചന്ദ്രൻ കടന്നപ്പള്ളി, CPI നേതാവ് C. രവീന്ദ്രൻ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി രാവിലെ IRPC സാന്ത്വന കേന്ദ്രത്തിലും മൈത്രി വൃദ്ധസദനത്തിലെത്തി അന്തേവാസികളെ കണ്ട് അനുഗ്രഹം വാങ്ങി. തുടർന്ന് കാൾടെക്സ് ജംഗ്ഷനിലെ AKG പ്രതിമയിലും സ്റ്റേഡിയം കോർണറിലെ യുദ്ധസ്മാരകത്തിലും പുഷ്പാർച്ചന നടത്തി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മന്ത്രി E. ചന്ദ്രശേഖരൻ, P. കരുണാകരൻ MB എന്നിവർ ഉൾപ്പെടെ LDF നേതാക്കൾക്കൊപ്പം എത്തി. കളക്ടർ D. സജിത് ബാബുവിന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPIM സംസ്ഥാന സമിതി അംഗം CH കുഞ്ഞമ്പുവാണ് ഡമ്മി സ്ഥാനാർത്ഥി. എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P. രാജീവ് പത്രിക സമർപ്പിച്ചു. 3 സെറ്റ് പത്രികകളാണ് രാജീവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. MLA മാരായ S. ശർമ്മ, M. സ്വരാജ്,
ജോൺ ഫെർണാണ്ടസ് എന്നിവരാണ് രാജീവിനെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ കെട്ടിവെക്കാനുള്ള തുക നൽകി. തൃക്കാക്കര ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് രാജീവ് പത്രിക സമർപ്പിച്ചത്. സംസ്ഥാനത്ത് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ ദേശീയ നേതാക്കൾ നാളെ മുതൽ സംസ്ഥാനത്തെത്തും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻപിള്ള, ബൃന്ദ കാരാട്ട്, MA ബേബി, സുഭാഷിണി അലി, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, അസിസ്റ്റന്റ് സെക്രട്ടറി D രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിൽ പര്യടനത്തിന് എത്തുക. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി സ്ക്വാഡ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്ന LDFന്റെ പ്രചാരണങ്ങൾക്ക് കൂടുതൽ ആവേശം പകരാനായാണ് ദേശീയ നേതാക്കൾ എത്തുന്നത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻപിള്ള, ബൃന്ദ കാരാട്ട്, MA ബേബി, സുഭാഷിണി അലി, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി, അസിസ്റ്റന്റ് സെക്രട്ടറി D രാജ തുടങ്ങിയ നേതാക്കളാണ് കേരളത്തിൽ പര്യടനത്തിനായി എത്തുന്നത്. ഇതിനു പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും 2 ഘട്ടങ്ങളായി പ്രചാരണം നടത്തും. നാളെ രാവിലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് സീതാറാം യെച്ചൂരിയുടെ പ്രചാരണത്തിന് തുടക്കമാകുക. നാളെ മുതൽ ഏപ്രിൽ 2 വരെ ആദ്യഘട്ട പ്രചരണവും ഏപ്രിൽ 17 മുതൽ 20 വരെ രണ്ടാംഘട്ട പ്രചരണവും യെച്ചൂരി നടത്തും. പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും MA ബേബിയും 2 ഘട്ടങ്ങളിലായി തന്നെയാണ് പര്യടനം നടത്തുന്നത്. സുഭാഷിണി അലി 9 ദിവസവും S രാമചന്ദ്രൻപിള്ള 14 ദിവസവും പ്രചാരണത്തിനെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ 20 മണ്ഡലങ്ങളിലും VS അച്യുതാനന്ദൻ 9 മണ്ഡലങ്ങളിലും പര്യടനത്തിനെത്തും. CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഏപ്രിൽ 9-നും അസിസ്റ്റന്റ് സെക്രട്ടറി D രാജ ഏപ്രിൽ 3-നും അമർജിത് കൌൾ ഏപ്രിൽ 6-നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നാളെ മുതൽ ഏപ്രിൽ 20 വരെയായും പ്രചരണ രംഗത്തുണ്ടാകും. പ്രവർത്തകർക്ക് ഊർജ്ജം പകരാനും ആവേശം നിറയ്ക്കാനുമായി ദേശീയ നേതാക്കൾ എത്തുന്നതോടെ ഇടതുമുന്നണിയുടെ പ്രചാരണം വീണ്ടും കൊഴുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.